ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി ചോണയായിട്ട് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ ഇത് സ്ഥിരമുള്ളതാണ്. രാവിലെ വൈകിട്ടും ഉണ്ട്. ഒരിടയ്ക്ക് രാവിലെ മാത്രമേ ഉള്ളായിരുന്നു, രാവിലെ ചെയ്യാത്ത ദിവസം വൈകിട്ടായിരുന്നു ചെയ്യുന്നത്. ഇപ്പം രണ്ടു നേരവും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരിയൊക്കെ നമ്മുടെ പ്രായത്തിൽ നിന്നും കുറച്ചുകൂടെ ചെറുപ്പത്തിലോട്ടൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആക്കാൻ പറ്റും ഈ ഒരു വിദ്യകളൊക്കെ ചെയ്തു നോക്കിയാൽ. പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പറ്റുന്നത്. പക്ഷെ ഓരോരുത്തരുടെ അനുസരിച്ച് ഓരോരുത്തർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയില് പാചകം ഉണ്ട് കേട്ടോ. പാചകത്തിനെ മാറ്റി നിർത്തുന്ന പരിപാടിയേ ഇല്ല ഈ ജയ. കാരണം പാചകം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ്. ആ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചില്ല പിന്നെ എന്തെന്ന്. ചില ദിവസങ്ങളിൽ ടിപ്സ് മാത്രമാണെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത്. ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാചകവും പറയും, ഇൻട്രൊഡക്ഷനിൽ ഇതെല്ലാം പറയണം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടത് പോകാം. രാവിലെ തന്നെ നമ്മുടെ നീലമ്മയ്ക്ക് പാല് കൊടുക്കാൻ പോട്ടോ. ചിരിച്ച് കാണിച്ചാ തരത്തില്ല. ഒന്നുകൂടെ ശരിക്കും ഇങ്ങോട്ട് നോക്കി, ക്യാമറ നോക്കി ചിരിച്ചേ, എന്നെങ്കിലേ പാല് തരത്തുള്ളൂ. എല്ലാരും പറയല്ല കള്ളത്തര, നീലമ്മ ചിരിച്ചില്ല. ചിരിച്ച് വല്ല ശരിക്കും കാണിച്ച് ഇങ്ങോട്ട് ചിരിക്ക്, ഇങ്ങോട്ട് നോക്കി ചിരിക്കടി, ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. ഗമ 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 ചിരിക്കാമെങ്കിൽ തരാം. ശരിക്കും ചിരിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ. ചിരിച്ച് തരാം പാല് തരാം. പാത്രം എടുക്കട്ടെ. അങ്ങനെ ഇത് കണ്ടോ, പാത്രമെല്ലാം കുട്ടപ്പനായിട്ട് ചേട്ടൻ കഴുകി വെച്ചപ്പോ എന്നിട്ട് അടുത്ത കുട്ടപ്പനാക്കുന്ന ആരെയാ നോക്കിക്കോ. അയ്യോ, നീലമ്മയ്ക്ക് തരാം. നീലമ്മയ്ക്ക് പാല്. ഇനിയിപ്പൊ നീലമ്മയ്ക്ക് ഭയങ്കര കൊഞ്ചക്കാണ്. ഭയങ്കര കൊഞ്ചക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇച്ചിരി കുടിച്ച് വെച്ച്. പക്രൂം ഉണ്ടായിരുന്നേ, ആ പക്രൂനും തരുമല്ലോ. പിന്നെന്നാ എല്ലാവർക്കും പാല് കൊടുക്കും, ഓരോ ഗ്ലാസ്. അവനറിയാം അവനിപ്പൊ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന വെപ്രാളം. ഇവിടെ കുടിയെല്ലാം കഴിഞ്ഞ് അടുത്ത ഗ്ലാസ് വെച്ച് നിങ്ങൾക്കും തരാം കേട്ടല്ലോ. നീലും അങ്ങനെ പാല് കുടിക്കുക. ഇടയ്ക്കൊരു കൊഞ്ചക്കുണ്ടേ, നമ്മളെ നോക്ക്. ഇല്ല, കുടിച്ചു അപ്പോൾ ഒന്ന് തഴുകി കൊടുക്കും. ചിലപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ കുടിക്കത്തില്ല. നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോഴേ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കും. കുടിച്ചോടി പൊന്നെ ചക്കരയല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് കുടിക്കുന്നത്. ഇതൊക്കെ പണ്ട് ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അവരെ കളിയാക്കുമായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അനുഭവം വന്നപ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെ മൃഗങ്ങൾക്കുണ്ട് എല്ലാം അറിയാന്നുള്ളത്. അവള് കുടിക്കട്ടെ പാല്. അങ്ങനെ നീലമ്മ പാലൊക്കെ കുടിച്ച് മിടുക്കിയായിട്ട് നിൽക്കുന്നു. നിറഞ്ഞ വയറ്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പലഹാരത്തിൽ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരം എന്നാന്ന് വെച്ചാൽ അത് എന്ത് പലഹാരമാണെങ്കിലും അവൾ കഴിക്കും കേട്ടോ. അതുകൊണ്ട് അവൾക്ക് കുറച്ച് കഴിഞ്ഞ് പാലൊക്കെ ദഹിക്കണ്ടേ, അത് കഴിഞ്ഞ് അവൾ പറയുന്ന കേൾക്കുന്നുണ്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പലഹാരം തരാം. ഇല്ല കേട്ടോ, പലഹാരം അത് കഴിഞ്ഞ് തരാം. കണ്ടോ, ചേട്ടൻ ബൈക്ക് പോളിഷ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. ബുള്ളറ്റൊക്കെ പോളിഷ് ചെയ്യുന്ന കണ്ടോ, അതാണ് ഈ വെട്ടിത്തിളങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം. കണ്ടോ, അതോ ഇതിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഭയങ്കരം എന്ന് പറഞ്ഞാൽ പിള്ളേരെ പോലെ ഇതിനെയൊക്കെ നോക്കുന്നത്. നോക്കിക്ക്, സീറ്റാ വീടുണ്ടല്ലേ, കുഴപ്പമില്ല. എന്താ ഇതെങ്ങനെ പിന്നെ പളുങ്ക് പോലെ ഇരിക്കാതിരിക്കുമെന്ന് പറ. നോക്ക്, ഇതെല്ലാം അവരെ കുളിപ്പിക്കുക. രാവിലത്തെ പണി എന്ന് ഓരോ വണ്ടി എടുത്ത് കുളിപ്പിക്കും ഇതുപോലെ. കണ്ട, ഇത് കാക്കത്തിട്ടൊന്നുമല്ല കേട്ടോ, പോളിഷിൻ്റെ ഒഴിച്ചേക്കുന്ന. അപ്പം ചേട്ടൻ അവിടെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പോട്ടെ. രാവിലെ വലിയൊരു തമാശ എന്നോട് ചോദിക്കുകയാണ്, എടി നിനക്ക് പൊന്നമ്മ ചേച്ചി അറിയാവോ? എങ്ങനെ ചിരിക്കായിരിക്കും? ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് പൊന്നമ്മ ചേച്ചിയായിട്ട് കൂട്ടായത്. അവളോട് ചോദിക്കാം, ഈ പൊന്നമ്മ ചേച്ചി അറിയോ? എങ്ങനുണ്ട് തമാശ? നമ്മുടെ അമ്മ ഇടക്ക് ഭയങ്കര വിഡിത്ത തമാശയൊക്കെ ഇറക്കും കേട്ടോ.
ഭയങ്കര തമാശ രാവിലെ ചോദിച്ചത്. പൊന്നമ്മ ചേച്ചി എനിക്കറിയാം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചപ്പം ഞാനൊക്കെ ഉള്ളപ്പോ തന്നെ അവിടെ എങ്ങാനും വീട്ടിൽ വന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്തെ. അപ്പൊ ഉണ്ട് ഇല്ല, പൊന്നമ്മ ചേച്ചി പണ്ട് അമ്മയൊക്കെ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടില് ഒരു വിളിക്കുന്നു ശരിക്കും പറഞ്ഞാലേ ഇവർക്കൊക്കെ ഓരോ വീടുണ്ടായിരുന്നേ. അമ്മയ്ക്കൊരു വീട് അവിടെ, അമ്മയുടെ സ്വന്തം വീടല്ല, അമ്മയ്ക്കൊരു വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തിക്കൊരു വീടുണ്ട്, മറ്റേ അനിയത്തിക്കൊരു വീടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ വീട് ചുറ്റുവട്ടത്ത് തന്നെയാ ഒരു കോമ്പൗണ്ടിൽ നമ്മുടെ അജൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് എല്ലാവർക്കും വീട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വീടും വാടകയ്ക്ക് കൊടുത്തേക്കും. അപ്പൊ ആ വാടകയ്ക്ക് അമ്മയുടെ വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വീട്ടിൽ താമസിക്കുന്ന ആ ചേച്ചി, ആ പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത്. ആ പൊന്നമ്മ ചേച്ചി അമ്മ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ഒത്തോണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മൂമ്മയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവർക്കും വീടൊക്കെ വെച്ചു കേട്ടോ. അവർക്ക് ഭയങ്കര പൈസയായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര പൈസ ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ള കാര്യം പറയാം. അല്ല അങ്ങനെയൊക്കെ അന്നൊക്കെ വീട് വെക്കാൻ പറ്റുമോ? അപ്പം ആ ഒരു മുതല് അത് വിറ്റു കേട്ടോ. അമ്മയുടെ വീടൊക്കെ വിറ്റു. നമുക്ക് ഓരോ കാര്യങ്ങൾ വന്നപ്പം അമ്മയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മൂത്ത ചേച്ചിയുടെ കാര്യത്തിനോ എന്തിനോ വിറ്റു. അപ്പം ഞങ്ങൾക്ക് ആ വീടൊക്കെ അറിയാം. വിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കൊച്ചുനാളെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊക്കെ പോയി അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി കളിക്കുമായിരുന്നു. അതൊക്കെ പോട്ടെ. ഈ പൊന്നമ്മ ചേച്ചി അപ്പോൾ അവിടെ താമസിക്കുന്ന കല്യാണത്തിന് മുമ്പാന്ന് ഓർത്തണം അമ്മയുടെ കല്യാണത്തിന്. എന്നോട് ഇന്ന് രാവിലെ ഇരിക്കുക, പൊന്നമ്മ ചേച്ചിയോട് നിനക്കറിയത്തില്ലേന്ന്. ഞാൻ പൊന്നമ്മ ചേച്ചി എനിക്കറിയത്തില്ല അമ്മ, ഇതാരാ? തന്നെ ചിരിച്ചിട്ട് അയ്യോ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളതാണ് പൊന്നമ്മ ചേച്ചി. ആ ചേച്ചിയായിട്ട് സിനിമയ്ക്ക് പോകുന്ന കാര്യം തുടരും സിനിമ പറഞ്ഞു. ഞാൻ നാളെ തുടങ്ങുക. അപ്പം ഞങ്ങൾ നാളെ തുടരും സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പോകുന്നുണ്ടെന്ന് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ പോകണമെന്നും പറഞ്ഞു. അന്നേരമാണ് പണ്ട് സിനിമയ്ക്ക് അമ്മ പോവായിരുന്നു, പൊന്നമ്മ ചേച്ചിയുടെ കൂടെ മാത്രമാണെങ്കിൽ അമ്മൂമ്മ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് പറയാൻ കാരണം കേട്ടോ. അതൊക്കെ പോട്ടെ. രാവിലെ ഒരു തമാശയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ രാവിലത്തെ പലഹാരത്തിലോട്ട് പോവാണേ. അപ്പം ഇന്ന് രാവിലെ പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചു. പൂരി കറി. അപ്പൊ കറിയാണ് ഉരുളക്കിഴങ്ങും സബോള എല്ലാം കൂടി ഇട്ടുള്ള കറിയില്ലേ, പൂരി മസാല. അപ്പൊ അതിനെ കടുക് വറുത്തിനകത്തോട്ട് ഇട്ടു. പൂരിക്കുള്ള ഉരുട്ടി വെച്ചു. എനിക്കാണ് പൂരി ഇഷ്ടമില്ല, പിന്നെ രണ്ടെണ്ണം തിന്നു. പൂരിക്കുള്ള ഉരുട്ടി വെച്ചു. അപ്പം ഇനി ഇത് പരത്തട്ടെ. ഈ കറി ഇടയ്ക്ക് ആക്കി വെച്ചിട്ട് പൂരിയുടെ പരത്തി ഇട്ട് കഴിഞ്ഞാൽ ആ ജോലി ഒന്നും കഴിയില്ല. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പണിയിലോട്ട് പോയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് പൂരി പരത്താം. അപ്പോൾ നമ്മൾ പൂരി പരത്താൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഓരോരോ പൂരിയും പരത്തിക്കൊണ്ട് നമുക്ക് ഇരിക്കാം അല്ലേ. പൂരിയൊക്കെ പരത്തുമ്പം നമ്മൾ ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല അല്ലേ. ചില പാട്ടുകളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ചില പാട്ടുകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഇതാവും അല്ലേ. എന്നാ അതിന് പറയേണ്ടത് പറയാനും അറിയത്തില്ലല്ലോ ദൈവമേ. അപ്പം നമ്മുടെ ഒരു പൂരി ഞാൻ പരത്തി. പകൽ കിനാവിൻ സുന്ദരമായി പാലാഴിക്കടവിൽ പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളൊരു എന്താണെന്നറിയില്ല, എപ്പോഴെന്നറിയില്ല, അറിയില്ല. അപ്പൊ നമുക്ക് പൂരിപ്പ കുറച്ച് വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പൂരി പരത്തിക്കൊന്നപ്പോൾ ചേട്ടൻ ഇവിടെ മൊത്തം പോളിഷ് എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പം അതൊന്നും നമ്മൾ എടുക്കണ്ടേ. എങ്ങനെയാ നമ്മുടെ പോളിഷ് ചെയ്തപ്പോഴത്തേക്കുള്ള ആ ഭംഗി നോക്കിക്ക്. പടപടാന്ന് വെട്ടി തിളങ്ങുന്നു. ഉയ്യോ എൻ്റെ പൊന്നേ, ഇതെന്താ ഈ കാണുന്നത്? നോക്കിക്ക്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അതും എടുത്ത് വന്നിട്ട് ഞാൻ ദാ വീണ്ടും പരത്താൻ പോട്ടോ. അപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞു. നമ്മുടെ പൂരിയൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പാവം എൻ്റെ പൂരി കേട്ടോ, ഭയങ്കര
ഓരോന്നോരോന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊള്ളുന്നൊക്കെ ഉണ്ടല്ലേ, പൊള്ളുന്നുണ്ട് എൻ്റെ പൂരി, പൊള്ളുന്നുണ്ടല്ലോ. കണ്ട, ഒത്തിരി മൂക്കുന്ന ഇഷ്ടമില്ല ഇവിടെ, അതുകൊണ്ട് കുറച്ച് ഇതാക്കിയെടുക്കാം. ആ ആ അടുത്ത പൂരി നമുക്കിടാം. അമ്മമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ അമ്മ ഒരു പാല് കൊണ്ടുവന്ന് വെച്ചു, എല്ലാം പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളേ. പാലെടുത്തുകൊണ്ട് വെക്കുന്നു, ഗുളിക കഴിക്കാൻ പോകുന്നു, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അനുസരണയുള്ള അമ്മ എൻ്റെ അമ്മ. കുളിക്കാൻ പോവാണ്, പാലെടുത്ത് വെക്കട്ടെ, ഒരു ഗുളിക കഴിക്കട്ടെ ഒക്കെ പറഞ്ഞിട്ടേ എൻ്റെ അമ്മ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കട്ടെ. ഞങ്ങൾ പൂരി മസാല കഴിക്കാൻ പോട്ടോ, മസാലപ്പൂരി കഴിക്കാൻ പോവാണ്. കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾക്കിന്ന് ചക്കക്കുരുവും മാങ്ങയും കൂടെ, ഇച്ചിരി ചെനച്ച മാങ്ങ, മൂവാണ്ടൻ സൂപ്പറാണ് ചക്കക്കുരു മാങ്ങയും കറിക്ക്. അപ്പം അതിന്ന് നമുക്ക് കറി വെക്കാൻ. ചക്കക്കുരു മാങ്ങയരിഞ്ഞ് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വേഗം വെക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു വേഗം വെച്ചു, അത് വെന്തു. ഇനി ചക്കക്കുരു മാങ്ങയ്ക്കുള്ള അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് അരച്ചു വെച്ചേക്കുന്നു. ഇതിൻ്റെ എയർ പോയില്ല കേട്ടോ, ഇത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചേർക്കാം. ഇനി നമ്മൾ വറ്റല മുളകിനെ ചുട്ടിട്ട് ഒരു നല്ല അടിപൊളി ചമ്മന്തി കൂടെ ഉണ്ടാക്കാൻ പോട്ടോ. ഗ്യാസിൽ തന്നെ അങ്ങ് ചൂടാന്ന് വെച്ചു. ഗ്യാസിലല്ല, ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഈ മുളക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചുട്ടെടുക്കുക. ചിലതിനെ ഇങ്ങനെ ചുടുമ്പോഴത്തെ നമ്മുടെ കയ്യേ കൂടെ ചൂട് കയറി വരും അല്ലേ. ഇങ്ങനെ അങ്ങ് ചുട്ട് എടുത്തിട്ട് കാണാവേ. അപ്പം ഇതിൻ്റെ ഏറൊക്കെ പോയി, ഇനി നമുക്ക് ചേർത്തേക്കാം കേട്ടോ. നല്ലതായിട്ട് വെന്തിരിക്കുവാണ്. ഇച്ചിരി മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു നന്നായിട്ട് വെന്തില്ല കൊള്ളത്തില്ല കേട്ടോ. വെന്തിട്ടില്ല, ശരിക്കും കുറച്ചേ വെന്തിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഉടയ്ക്കണം കേട്ടോ. അല്ലാതെ ഉടയ്ക്കാതെ അങ്ങോട്ട് ചേർക്കല്, അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. അപ്പം നമ്മളതിനെ കുത്തിയൊക്കെ ഉടച്ചു. ചിലതിങ്ങനെ വെന്തിരുന്നാലും മിഴിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പം അത് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ചേർക്കാം. അരപ്പന്നാക്കിയാന്ന് എല്ലാവർക്കും അറിയാലോ. ശകലം ജീരകവും ചുമന്നുള്ളി മഞ്ഞപ്പൊടിയും കൂടെ നന്നായിട്ട് അരച്ചു വെച്ചേക്കുവാണ്. അപ്പം ഇവനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത വെള്ളവും കൂടെ ഒഴിച്ച നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും നോക്കി നമുക്ക് കടുകും വറക്കാം. ഇച്ചിരി ഉലുവായും ഇട്ടിട്ട് വേണം നമുക്ക് കടുക് വറക്കാൻ കേട്ടോ. അപ്പം അടിപൊളിയാണ്. ഉലുവായും കടുകും എല്ലാം, മുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ചൂടാക്കിയിട്ട് കടുക് വറുക്കാം. അത് ചൂടായി കടുക് വറുക്കുന്നതിന് മുമ്പായിട്ട് മുളകിനെ ഞാനിവിടെ ചുട്ടു വെച്ചിട്ടില്ല. തേങ്ങയും ചുമന്നുള്ളി ഇഞ്ചി ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് എന്താ മെഴുക്കോട്ടി വെക്കേണ്ടതെന്ന് ആലോചിക്കാം. ചമ്മന്തി എടുത്തപ്പം ഒരു കാര്യം മറന്നു നമ്മൾ കേട്ടോ, പുളിയും കൂടെ എടുക്കണം കേട്ടോ. പുളിയും കൂടെ എടുക്കട്ടെ. ചമ്മന്തി എല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മെഴുക്കോർട്ടിയെല്ലാം അടുത്തൊരു ശകലം കപ്പയുടെ ഇരിപ്പുണ്ട്, അന്ന് അവനെ എടുത്ത് അങ്ങോട്ട് വേവിച്ചിട്ടേ കടുക് ഓർത്ത് തോരൻ പോലെ ആക്കാന്ന് വിചാരിച്ച് അതിനെടുത്ത് അടുപ്പ് എത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പണികള് എല്ലാം കഴിഞ്ഞു. കപ്പയെ ഞാൻ തോരൻ പോലെ ആക്കി കേട്ടോ, അതും കഴിഞ്ഞു. ഇനി ഞാൻ വേറൊരു പണി ചെയ്യുന്നത് കാണിക്കാം. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. മീനും വറക്കാനിട്ടു. പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, നമ്മുടെ
ആരോഗ്യം, ഉന്മേഷം ഇതെല്ലാം എങ്ങനെ നിലനിർത്താം? ദിവസവും ഒരു നേരമെങ്കിലും രാവിലെയും വൈകിട്ടും സ്കിപ്പ് ചെയ്യുന്ന അടിപൊളിയാണ്. നിങ്ങൾ വ്യായാമം ചെയ്യണം. എന്തൊക്കെയാന്ന് പറഞ്ഞാലും അടുക്കള ജോലി എന്ന് പറയുന്ന ഒരു വലിയ വ്യായാമമല്ല. നമ്മൾ നിവർന്ന് നിന്നുകൊണ്ട് ഓരോന്ന് ചെയ്യുന്നതാണ് അടുക്കള ജോലി എന്ന് പറയുന്നത്. പിന്നെ കാലിനൊരു വ്യായാമം, ഓടാലോ. ദിവസവും എത്ര ട്രിപ്പ് ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ട് ഓടണം, ഫ്രിഡ്ജിൻ്റെ അങ്ങോട്ട് തന്നെ എത്ര ട്രിപ്പ് ഒരു ദിവസം ഓടണം അല്ലേ? അത് നടത്തത്തിനകത്ത് പെടുന്നതാണ് ഈ വ്യായാമം, അടുക്കള ജോലി. പക്ഷെ ശരീരം അങ്ങോട്ട് ഇളകുന്നില്ല നമ്മുടെ കേട്ടോ. അതിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലേ, നമ്മൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയർ വെച്ച് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ആദ്യം പഠിച്ചതെന്നും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ഏത് രീതിയിലാണ് സ്കിപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ വീടൊക്കെ തുടപ്പിക്കുന്നത് മിക്കവാറും ഓരോരുത്തരെ കൊണ്ടല്ലേ നമ്മൾ തുടപ്പിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് മാസത്തിലൊന്ന് നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല വ്യായാമമാണ് ശരിക്കും അല്ലേ. അല്ലാണ്ട് ആരെങ്കിലും വിളിച്ച് തുടപ്പിക്കുന്നതൊന്നും വലിയ വ്യായാമമല്ല. പിന്നെ നമുക്ക് പറ്റുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും നമുക്ക് എന്നും ചുറുചുറുക്കോടെ നമുക്ക് ഇരിക്കാം. അതായത് മാസത്തിലോ ദിവസവും രാവിലെ വൈകിട്ടും മാത്രമാണെങ്കിൽ പോലും നമ്മൾ എന്താണേലും നമ്മൾ സ്കിപ്പ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യായാമം തന്നെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് വ്യായാമങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വണ്ണം കൂടാതിരിക്കാനും വയറ് ചാടാതിരിക്കാനുമുള്ള വ്യായാമങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കൈക്ക് തരിതരിപ്പുള്ള വ്യായാമം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമം, മൊബൈൽ പിടിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തരിച്ച് കയറുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ നമുക്ക് കൈയുടെ ഓരോ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് കുറച്ച് കുറയുന്നതിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ ശരിക്കും കൈയൊക്കെ ദാ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒരു 5-6 പ്രാവശ്യം ചുമ്മാ ഇരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ചിലവർ പറയും എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഡയലോഗ് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം നമ്മൾ ഏതിനും നമ്മൾ സമയം കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് എന്തിനും സമയം കിട്ടും അല്ലെ. നമുക്ക് വേണ്ട നമ്മുടെ ഒരു കൂട്ടുകാരെ തന്നെ നമുക്കൊന്ന് കാണണമെന്ന് വെച്ചാൽ നമുക്ക് സമയം കണ്ടെത്തണം. അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ കണ്ടെത്തി അവരെ കാണണം അല്ലേ. അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെങ്കിലും പറയണം. നമുക്ക് കുറേ ദിവസം അനക്കമില്ലാതെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെയാണ് എനിക്ക് സഹിക്കത്തില്ല. ഞാനപ്പം മെസ്സേജ് വിടും, എന്നാട് കുവാടി എന്താ അനക്കമൊന്നും ഇല്ലേന്ന്. പക്ഷെ കുറേ നമ്മൾ നോക്കും. നമ്മൾ കുറേ നോക്കിയിട്ട് നമ്മളോട് തിരിച്ചങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയുള്ള ഇതിനൊന്നും പോകത്തില്ല. പക്ഷെ നമുക്ക് ആരോട് പിണക്കങ്ങളൊന്നുമില്ല അല്ലേ. എന്തിനാ പിണങ്ങുന്നത്? എന്തൊക്കെയാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. ശരിക്കും ഇതൊക്കെ ഒരു വല്ലാത്ത ലോകമായിപ്പോയി. കാരണം അതുപോലുള്ള ന്യൂസുകൾ ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ആരോടും നമ്മളൊന്നും പറയാതെ വെറുക്കാതെ സന്തോഷമായിട്ട് കഴിയുക. അപ്പം ഞാൻ എങ്ങനെ സ്കിപ്പ് പഠിച്ചത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ എങ്ങനെ ആദ്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. എങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് കാണിക്കാതെ നിങ്ങൾക്കറിയാൻ പറ്റുമോ അല്ലേ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഓ കുന്തപ്പനാണ് അല്ലേ. ഇങ്ങനെ നിൽക്കുന്നു, വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുന്നു. കാല് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചാടുന്നു, വീണ്ടും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചാടുന്നു. പിന്നെ ഇങ്ങനെ പതുക്കെ, ചെരുപ്പ് വേണ്ട കേട്ടോ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പതുക്കെ കണ്ട. ഇനി ഞാൻ സ്പീഡിൽ ചാടുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. താഴോട്ട് കാണിച്ചാൽ മതി കേട്ടോ. ചാടുന്നടവേ ഞാൻ കാണിച്ചു തരാവേ. കണ്ടല്ലോ, ഇങ്ങനെ 10 പ്രാവശ്യം ചാടിയാല് നമുക്ക് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് നമുക്കിങ്ങനെ ചാടുമ്പോ. അപ്പം എങ്ങനെ വേണം? ഇങ്ങനെ നിന്നിട്ട് രാവിലെ, അതിരാവിലെ, വൈകിട്ടും സന്ധ്യാസമയത്തുമാണ് ഇത് നമുക്ക് ചാടേണ്ടിയത് കേട്ടല്ലോ. ഇങ്ങനെ അറിയാൻ മേലാത്തവർ ഇങ്ങനെ ചാടാം കേട്ടോ. കേട്ടാ കേട്ടാ ഇങ്ങനെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാറുന്നത്. ഇനി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കേട്ടാ ഇങ്ങനെ ചാടി നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഒന്ന് അങ്ങനെ ചാടി നമുക്ക് പോകാം.
ടീച്ചറിന്റെ മോഡലിലാണ് നിൽക്കുന്ന കേട്ടോ. എന്നെ സ്കിപ്പ് ചെയ്യാൻ ഞാൻ സ്കിപ്പ് ചെയ്തപ്പോ എന്റെ വീഡിയോ പിടിച്ച ആളായി നിൽക്കുന്നു. നോക്കിക്കോ, ഗമ ഉണ്ടോ? ആ വീഡിയോ പിടിച്ചെന്റെ ഒരു ഗമ, എന്തൊരു ഗമയാ നോക്കിക്കേ. അപ്പൊ എല്ലാവരും എന്റെ സ്കിപ്പ് കണ്ടല്ലോ. ഇതുപോലെ അങ്ങ് പെട്ടെന്ന് ചാടിപ്പോണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ എന്റെ നിരന്തരമായ വർഷങ്ങളിലൂടെയുള്ള ഒരു സ്കിപ്പായി ഇങ്ങനെ പറയിച്ചേ ഞാനിങ്ങനെ ചാടുന്നു കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ചാടാൻ പറ്റും. ഓരോ പ്രാവശ്യം കയറ് ഇങ്ങനെ ഇട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ പാട്ട് പാടുന്നുണ്ടോ? ഏതായാലും ഒരു പാട്ട് പാടാം. ഒരു പാട്ട് ഞാൻ അമ്മയും കൂടെ പാടാം കേട്ടോ. അപ്പൊ അമ്മ അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് പാടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഞാനൊരു 4 ലൈൻ പാടാം. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടിയാണോ ശുഭസായാഹ്നം പോലെ തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോ എൻ പ്രമദവനം വീണ്ടും. അടുത്തത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയൊന്നു തൊട്ട് ഇന്നെന്റെ മുറ്റത്തെ ചങ്ങലിപ്പൂവേ നീ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.